മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന് 9 സീറ്റ് LDFനും 8 സീറ്റ് UDFനുമായിരുന്ന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ LDFന് ഭരണം നഷ്ടമാവുകയായിരുന്നു. എന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF ഭരണത്തിൽ എത്തി. ഇതോടെ മൂപ്പനാട് പഞ്ചായത്ത് 25 വർഷമായുള്ള UDF ഭരണത്തിന് അറുതിയാവുകയാണ്. 25 വർഷത്തെ കോൺഗ്രസ് ലീഗ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വയനാട് മൂപ്പനാട് പഞ്ചായത്തിൽ ഇടതുമുന്നണി ഭൂരിപക്ഷം നേടിയത്. LDF 9, UDF 8 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ ഒരു വോട്ട് അസാധുവായതോടെ നറുക്കെടുപ്പിൽ UDFിലെ CV സുധ പ്രസിഡന്റായി. 6 മാസം കഴിഞ്ഞപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റ് പുറത്താവുകയും വോട്ടെടുപ്പിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ V കേശവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കണമെന്നാണ് ജനവിധി. അത് കഴിഞ്ഞ ഒരു ചെറിയ കൈപ്പിഴയോടുകൂടി കഴിഞ്ഞ തവണത്തെ 6 മാസം മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുത്തു. 9 വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്തുകൾ കൊടുക്കുന്ന ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതൊരു ഭയാശങ്കയുണ്ട്. പക്ഷേ എന്നാലും ഈ പഞ്ചായത്ത് ഒന്നായി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റ് പുറത്തായിട്ടും സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായതായി ആരോപണം ഉയർന്നിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പണവും മറ്റുമെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കഴിയുമോ എന്ന ശ്രമവും നടത്തി. പക്ഷേ ഇവിടെ പരാമർശിച്ചതുപോലെ പണത്തിന്റെയും മറ്റെന്ത് അധികാരത്തിന്റെയും മുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആശയവുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട 9 സഖാക്കളും കൃത്യമായി പാർട്ടി നിർദ്ദേശിച്ച പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിന്നിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണം ലഭിച്ചതിന്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് മൂപ്പനാട് പഞ്ചായത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് കിട്ടാൻ 6 മാസം കാത്തിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്.